വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിന്ന് ആദ്യമായി ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ഇടാൻ പോവുകയാണ്. ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്, വിട്ട് കഴിഞ്ഞ് ഹെയർ പാക്ക് കഴിഞ്ഞിട്ടുള്ള ഹെയറാണിത്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. വീടിൻ്റെ അടുത്ത് നിന്ന് മൈലാഞ്ചി ചെടിയിൽ നിന്ന് കുറച്ച് മൈലാഞ്ചി ഇല പറിച്ചായിരുന്നേ. പിന്നെ കുറച്ച് കറ്റാർ വാഴ, അതിൽ നിന്ന് ഒരു കറ്റാർ വാഴ പറിച്ചു. പിന്നെ കുറച്ചധികം ചെമ്പരത്തി ഇല പറിച്ചു. ഇതെല്ലാം കൂടെ വെച്ചാണ് ഞാനൊരു പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സി ജാറിലാക്കി കുറച്ച് ചെമ്പരത്തി പൂട്ടു. കൂടെ ഞാൻ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. നല്ലതായിട്ട് അരച്ചെടുത്തു. ചെമ്പരത്തി ഇല കൂടുതലിട്ട് അരച്ചു കഴിഞ്ഞാൽ ജെല്ല് രൂപത്തിൽ കിട്ടും, ഒലിച്ചിറങ്ങത്തില്ല. അതൊരു ബൗളിലേക്ക് മാറ്റിയാണ് നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ. എൻ്റെ ഈ മുടി ഞാൻ ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ഈ ഒരു കോലത്തിലായിരുന്നു. ഭയങ്കര ഫ്രിസ്നെസ്സായിട്ടും ഒട്ടും വൃത്തിയില്ലാതെയും ജടയും കയറി. ഞാനൊരു പെട്ടെന്ന് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് ജട കളഞ്ഞ് മുടിയുടെ തുമ്പിൽ കാണുന്ന കളർ ഞാനിപ്പോൾ ചെയ്തതല്ല, മുൻപ് ഞാൻ ചെയ്തതാണ്. അത് മുകൾ ഭാഗത്ത് ചെയ്തത് വളർന്നിറങ്ങി താഴോട്ട് വന്നതാണ്. ഞാൻ ഈ പാക്കിന് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്യുന്ന വിധമാണ് ഞാനിനി കാണാൻ പോകുന്നത്. 2 പാർട്ടീഷനായിട്ട് എടുത്തിട്ട് 2 സൈഡിലേക്ക് മുടി ഇടുന്നുണ്ട്. എന്നിട്ട് മുടി നല്ലതായിട്ട് ഉടക്ക് കളഞ്ഞാൽ നമുക്ക് നോക്കുക. ഉടക്കൊട്ടും പാടില്ല കേട്ടോ. ഉടക്കുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴുകുന്ന സമയത്ത് ഉടക്ക് ഒരുപാട് കെട്ടാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് ഈ റൂട്ട് പാർട്ടിലായിട്ട് നല്ലതായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് റൗണ്ട് ചെയ്ത് ഞാൻ തലയുടെ മുകൾ ഭാഗത്തേക്ക് ഈ മുടി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് 2 സൈഡിൽ നിന്നും മാറി മാറി വയ്ക്കുന്നത് കൊണ്ട് ഇത് പാക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ എന്തായാലും കഴുകാൻ നേരത്ത് ജട ഇല്ലാതെ ഇങ്ങനെ ഇളക്കി വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ പാക്ക് ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും നല്ലൊരു ഗ്രോത്തും കൊടുക്കാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണിത്. മൈലാഞ്ചി ഇല ഉള്ളതുകൊണ്ട് മുടി നല്ലതായിട്ട് വളരാനും താരം കുറയ്ക്കാനും നാച്ചുറലായിട്ട് കളർ റീസ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ചെമ്പരത്തി ഇല ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. മുടിയെ ശക്തിപ്പെടുത്താനും ഡാൻഡ്രഫും ഡ്രൈനസ്സും അകാലനരയും അകറ്റാനും നല്ലതാണ്. പിന്നെ കറ്റാർ വാഴ മുടിയെ നല്ല സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനും സഹായിക്കുന്നതാണ്. എഗ്ഗ് പിന്നെ നമ്മുടെ ഹെയറിനെ റിപ്പയറിങ് ചെയ്യാനും തലയോട്ടിക്ക് നല്ലൊരു പോഷകം നൽകുന്നതും പിന്നെ ഷൈനസ്, സോഫ്റ്റ്നെസ് എന്നിവയ്ക്ക് നല്ലതാണ്. ഫ്രിസ്നെസ് മാറാനും മുടിക്ക് ഒരുപാട് പ്രോട്ടീൻ നൽകാനും ഹെൽപ്പ് ചെയ്യുന്നു. മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്നു. മുടി വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ മുടി വാഷ് ചെയ്താലും ഇതിൻ്റെ പൊടികൾ ഒരുപാട് കാണും. അത് നമ്മൾ നന്നായിട്ട് തോർത്തിട്ടോ ടവലിട്ടോ നന്നായിട്ട് തട്ടിക്കളയുക. 2 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യരുത്, എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റും. വീട്ടിൽ നിൽക്കുന്ന സമയം നിങ്ങളിത് ചെയ്യുക. ഇത് തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്തത് മാൻഡ്രേക്കിനെ പോലെ ആയിട്ടുണ്ട് കണ്ടോ. തല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് മുട്ട പോലെ ആയിട്ടുണ്ട്. പിന്നെ കയ്യിൽ മൈലാഞ്ചി ആകും, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണങ്ങുമ്പം കാണാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ വെച്ചു. 1 മണിക്കൂറൊക്കെ ധാരാളം തന്നെയാണ് കേട്ടോ. ഇനി ഇത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തപ്പോൾ കണ്ടോ മുടി കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നന്നായിട്ട് മുടിയിൽ ആ ഡ്രൈനെസ്സൊക്കെ മാറി മുടി ഒരു ഷൈനിങ് വന്നു, നല്ലതായിട്ട് കിടക്കുന്നുണ്ട്. ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. മുടി നന്നായിട്ട് കിടക്കും. ഇത് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.